നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട കേസിലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ താക്കീത്. വൃശ്ചികോത്സവത്തിലെ തൃക്കേട്ട പുറപ്പാട് സമയം ആനകളെ എഴുന്നള്ളിച്ചപ്പോൾ അകലപരിധി അടക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെടുന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടാണ് കോടതിക്ക് മുന്നിലെത്തിയത്. തുടർന്നായിരുന്നു ദേവസ്വം ഭാരവാഹികൾക്കെതിരെയുള്ള രൂക്ഷ വിമർശനം. മാനദണ്ഡം ലംഘിച്ചതിന്റെ കാരണമെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു തുടക്കം. നടന്നത് കോടതിയോടുള്ള പരസ്യ വെല്ലുവിളിയാണ്. ദേവസ്വം ഭാരവാഹികൾ ഉത്തരവാദിത്തത്തോടെ പെരുമാറണം. ചില ആളുകളുടെ ഈഗോ അല്ല നടപ്പാക്കേണ്ടത്, കോടതി നിർദ്ദേശമാണ് പാലിക്കേണ്ടത്. ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസറോട് സത്യവാങ്മൂലം നൽകാൻ ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ, പി ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ആവശ്യമായ നടപടികളെടുക്കും. സാമാന്യ ബുദ്ധിയില്ലെന്ന് ചോദിച്ച കോടതി സുരക്ഷയ്ക്ക് വേണ്ടിയാണ് മാർഗനിർദ്ദേശങ്ങളെന്ന് മനസ്സിലാക്കണമെന്നും വ്യക്തമാക്കി. എന്നാൽ കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പ്രായോഗികമായ ചില പ്രയാസങ്ങളുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആ സമയത്ത് ആന പന്തലിട്ടിട്ടുണ്ട്. ആ പന്തലിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലാണ് ഈ 15 ആനകൾ അവിടെ നിർത്തേണ്ടി വരിക. അപ്പോൾ അത് ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ 2 ലൈനായിട്ടാണ് ആനകളെ ഈ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് നമ്മൾ നിർത്തിയത്. അതുപോലെ തന്നെയാണ് തൃക്കേട്ടയിലും നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ നിർത്താൻ ശ്രമിച്ചത്. പക്ഷേ പെട്ടെന്ന് അതിശക്തമായിട്ടുള്ള മഴ വന്നപ്പോഴാണ് അത് ആനകളെല്ലാം കൂടി പന്തലിലോട്ട് നമുക്ക് കൊണ്ടുവരേണ്ടി വന്നത്. വിഷയത്തിൽ നാളെ നടക്കുന്ന യോഗത്തിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നത് നിർണായകമാണ്. ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്ന് കാട്ടി തൃപ്പൂണിത്തുറ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ വനംവകുപ്പ് നേരത്തെ കേസെടുത്തിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.